തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയുടെ വായിൽ തുണി തിരുകി മോഷണം നടത്തിയ ആളെ പിടികൂടി. ആക്കുളം സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വൃദ്ധയുടെ സ്വർണ്ണമാലയും മോതിരവുമാണ് പ്രതി മോഷ്ടിച്ചത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രേണു വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇന്ദു, മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇയാൾ കടന്നുപോയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കെട്ടിടത്തിന്റെ സമീപത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയൽക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യനെയല്ല, ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല എന്നുള്ളത്. പക്ഷേ കൃത്യമായി സ്വർണം മോഷ്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇയാൾ കടന്നു ചെന്നു ആക്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത്, അല്ലേ? അതെ മധു, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഉള്ളൂർ പ്രശാന്ത് നഗറിലെ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു 3 നില കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിലാണ് ഇന്നലെ മോഷണം നടന്നത്. ഈ കെട്ടിടത്തിന്റെ തന്നെ താഴത്തെ നിലയിലുള്ള AV ബേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ബേക്കറിയിലെ ജോലിക്കാരനായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഉള്ളൂർ സ്വദേശിയായിട്ടുള്ള മധു. ഇതിൻ്റെ തന്നെ 2ാമത്തെ നിലയിലെ കെട്ടിടത്തിലാണ് വൃദ്ധ താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റെയർ വഴി കയറി 2ാമത്തെ നിലയിലെത്തിയാൽ വൃദ്ധ താമസിച്ചിരുന്ന ഇടത്തെത്താൻ സാധിക്കും. പക്ഷേ പ്രതിയായിട്ടുള്ള മധു വളരെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു മോഷണം നടത്തിയതെന്ന് തന്നെ പറയാം. കാരണം ഇവിടെയുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു വഴിയുണ്ട് ഈ റൂമിലേക്ക് അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് എത്താൻ. അതായത് ഈ ഗേറ്റ് തുറന്ന് ഇതിൻ്റെ പിൻവശത്തു കൂടി കയറിയാൽ പുറകിലായിട്ട് മുകളിലേക്ക് ഒരു സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ വഴി കയറി വൃദ്ധ അവിടെ തനിച്ചാണ് താമസമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പ്രതിയായിട്ടുള്ള മധു ഈ മോഷണം നടത്തിയിരിക്കുന്നത്. കാരണം അയാൾ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി, കാരണം എന്തായാലും ഇയാൾ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു മുഖമാവും ആ വൃദ്ധയ്ക്ക്. അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന കൈലിമുണ്ട് ഉപയോഗിച്ച് TV കണ്ടുകൊണ്ടിരുന്ന വൃദ്ധയെ പുറകിലൂടെ തല മൂടിക്കെട്ടുകയായിരുന്നു. ശേഷം വലിച്ചിഴച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോവുകയും അവിടെ ചെന്ന് സാരി ഉപയോഗിച്ച് മുഖം വരിഞ്ഞു മുറുക്കി കെട്ടുകയും അതുപോലെ തന്നെ കൈകൾ കട്ടിലിലേക്ക് തോർത്തുപയോഗിച്ച് കെട്ടിവെക്കുകയും ചെയ്തു. ശേഷമാണ് വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന 1.5 പവനോളം തൂക്കം വരുന്ന മാല മോഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ കയ്യിൽ കിടന്നിരുന്ന ഒരു 4 ഗ്രാമോളം വരുന്ന മോതിരവും മോഷ്ടിച്ച് ഏകദേശം 1,40,40,000 രൂപയുടെ സ്വർണ്ണം മോഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വരിഞ്ഞു മുറുക്കി കെട്ടിയപ്പോഴൊക്കെ വൃദ്ധയ്ക്ക് പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഉടമ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പറയുന്ന മധു ഇതിനു മുമ്പ് ഇത്തരത്തിലെങ്കിലും പ്രതിയാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിൽ പെടുകയോ അല്ലെങ്കിൽ ഇത്തരമൊരു സ്വഭാവമുള്ളതായോ അറിവുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു അറിവില്ല. ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾ തന്നെയാണ്. ഇവിടെ ഒരു 20 മീറ്റർ മാറിയാണ് വീട്. ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇവിടെ കടയിലൊന്നും ഒരു പ്രോബ്ലവും ഇതുവരെയായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പറയുന്നത് ആൽക്കഹോളിക്കാണ് കുറച്ച്, അപ്പോൾ അതിൻ്റെ ഇതിലായിരുന്നൊക്കെ പറയുന്നു. ഉറപ്പൊന്നുമില്ല. ഇവിടെ ആരും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ലൊക്കാലിറ്റിയിൽ അത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മാസമേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്, സ്റ്റാഫായിട്ട് വന്നിട്ട്. അല്ലാതെ വേറെ പ്രോബ്ലംസ് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ആൽക്കഹോളിക്കാണ്. അത് മിക്കവാറും ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ആ ടൈമിൽ രാത്രി ഇതൊക്കെയാണ്, അയാളുടെ ഫ്രണ്ട്സുമായിട്ടാണ്. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇവിടെ ഇതുവരെയായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ ക്യാഷ് ഡീലിങ്സിലും വേറെ ഒരു അങ്ങനത്തെ ഒരു ഇത് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. മധു, അതാണ് നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത്. എല്ലാവർക്കും സുപരിചിതനായ ഒരു മനുഷ്യൻ, വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം വെച്ച്, അതായത് ഹെൽമെറ്റ് ധരിച്ചു പോവുക, കയ്യിൽ മുണ്ട് കൊണ്ടുപോവുക, ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൾ എന്തായാലും പ്ലാൻ ചെയ്ത് തന്നെയാണ്. അതായത് ആ വൃദ്ധ വീട്ടിൽ തനിച്ചാണ് എന്നും അത്രയ്ക്കും അറിവുള്ള ഒരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലാൻ ചെയ്ത് നടത്തിയ മോഷണമാണെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ആ വൃദ്ധ ഇപ്പോൾ ഇവിടെ ഇല്ല. ഇന്ന് പുലർച്ചെ തന്നെ മകളുടെ വീട്ടിലേക്ക് പോയി. മാത്രമല്ല ആളെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയോടെ. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇങ്ങനെ ഒരു മോഷണ വിവരം പുറത്തറിഞ്ഞിരുന്നില്ല. ശേഷമാണ് പുറത്തറിഞ്ഞത്.